ശശിയേട്ടൻ എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്, രക്തബന്ധത്തിൽ ജ്യേഷ്ഠൻ അനിയനാണ്. പക്ഷേങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ ജ്യേഷ്ഠാനിയന്മാരായിട്ടോ അല്ല പെങ്ങന്മാരായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഭാര്യയും മക്കളും എല്ലാവരും കല്യാണത്തിന് വന്നെങ്കിലും ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞാൽ ഞാൻ കല്യാണത്തിനൊരു ആവശ്യങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. എൻ്റെ സഹോദരങ്ങളായ രാജൻ്റെയും പ്രകാശൻ്റെയും ശശിയേട്ടൻ്റെ മകൻ ഷിബിൻ്റെ പേരിലും ചക്ലി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങൾ ജ്യേഷ്ഠാനിയന്മാർക്കും സഹോദരിമാർക്കും ശശിയേട്ടൻ്റെ മകനായ ഷിബിനും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചീട്ടുകളിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. മദ്യപാനം സ്ഥിരമായി ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു വിഭ്രാന്തി പോലെയൊക്കെ വരും. ചീട്ടുകളി എപ്പോഴും ഒരു ദൗർബല്യമായിരുന്നു. അതിൻ്റെ പേരിൽ 2 സ്ഥലം വിൽക്കേണ്ടി വന്നു ശശിയേട്ടന്. ശശിയേട്ടന് 2 വൃക്കകളും അതുപോലെ തന്നെ ഹാർട്ടിനും പിന്നെ ഷുഗർ പേഷ്യൻ്റാണ്, പാൻക്രിയാസിൻ്റെ അസുഖമുള്ള ആളാണ്, പൈൽസിൻ്റെ അസുഖമുള്ള ആളാണ്. എന്തെങ്കിലും കാരണവശാൽ ശശിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാദേശിക BJPയുടെ നേതാക്കന്മാർക്കാണ്.